വെൽക്കം ബാക്ക് ടു അനദർ വീക്ക്ലി അപ്ഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡോളർ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിലും ഗോൾഡിലൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീക്ക്ലി അനാലിസിസിൽ നമ്മൾ ഡോളർ സ്ട്രെങ്ത്തിനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഈ ഒരു വീക്കിലായിട്ട് ഡോളറിൻ്റെ ഒരു സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ മൺഡേ ടു ഈ ഒരു തേഴ്സ്ഡേ വരെ ഡോളർ ഭയങ്കര സ്ട്രെങ്ത്തിലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺസ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്ന GDP ഡേറ്റ, അതായത് എക്സ്പെക്റ്റ് ചെയ്ത GDP ഡേറ്റ 2.5% ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒരു 0.5% 3% ആയിട്ടാണ് GDP ഡേറ്റ വന്നത്. അത് തന്നെയാണ് നമ്മുടെ ഡോളറിലൊരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് ഓഫ് നൗ ഇപ്പോൾ US-ൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ ഇപ്പോൾ കറക്റ്റ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫ്രൈഡേ 4:30 ഇപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വന്നിട്ട് അതിൻ്റെ ബേസിസിൽ ചെറിയൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഗോൾഡിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ DXYയിൽ ആസ് ഓഫ് നൗ കഴിഞ്ഞ ഡേയ്സിൽ ഉണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത ഈ ഒരു ഏരിയ തന്നെയാണ് ആസ് ഓഫ് നൗ നമ്മൾ സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു 99 റേഞ്ചസിലാണ് നമ്മൾ അടുത്തൊരു മാക്സിമം പോയി കഴിഞ്ഞാലുള്ളൊരു സപ്പോർട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഗോൾഡിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗോൾഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ട്രാപ്പായിട്ടാണ് ഉള്ളത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 3445 എന്ന് പറയുന്ന ലെവലിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ബൈ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആസ് ഓഫ് നൗ ഗോൾഡിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് ഉള്ളത്. 3250 3300 എന്ന് പറയുന്ന റേഞ്ച്. അതിൽ നിന്ന് ഇന്ന് ക്ലിയർലി ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു ബൂസ്റ്റായിട്ട് എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ല രീതിയിലുള്ളൊരു ഹൈക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലത്തെയുള്ള പൊസിഷണൽ ലെവലിലുള്ള ട്രേഡുകളൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലുള്ള സപ്പോർട്ട് ലെവലിൽ നിന്നും മാക്സിമം പൊസിഷൻസ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അക്യുമുലേഷൻ ഫേസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഈ ഒരു കമ്മിങ് വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് ക്ലിയർലി സപ്പോർട്ട് എടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിങ് വീക്കിൽ ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലോട്ടുള്ള ഒരു മൊമെൻറ്റം തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മുകളിലുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്കത് റീസെൻ്റായിട്ട് ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ഇതുപോലുള്ള റേഞ്ച് മാർക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല തവണകളായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അത് തന്നെയാണ് ഞാൻ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഒരു വീക്ക്ലി അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡിൽ എൻറ്റയർലി ഇപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡേറ്റ വന്നതോടുകൂടി എൻറ്റയർലി ഒരു പോസിറ്റീവ് ഔട്ട്പുട്ടാണ് നമ്മൾ വീക്കിലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഒരു ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമ്മിങ് വീക്കിലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെ റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്കൊരു അടുത്തൊരു ഹൈ ലെവലിലോട്ടൊക്കെയാണ് മാർക്കറ്റ് പോകുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീക്കിലി എക്സ്പെക്റ്റേഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ യൂറോയിൽ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെൻറ്റിൽ റിഡക്ഷനൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 6 മന്ത് ആയിട്ട് തന്നെ യൂറോപ്പിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഡ്രാസ്റ്റിക് റിഡക്ഷനാണ് അതിൽ വരുന്നത്. എന്നിട്ട് പോലും അതിൽ വലിയൊരു ചേഞ്ച് വരാത്തത്, ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വീക്കിൽ വലിയൊരു ചേഞ്ച് വരാത്തത് ഡോളർ അവിടെ സ്ട്രെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു ചേഞ്ച് ഒരു ഹയർ പ്രൈസിലോട്ട് മാർക്കറ്റ് എത്താഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ, US-ൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ ഇതിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് യു ക്യാൻ സി ഇവിടെ കറൻ്റ്ലി ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണുള്ളത്. മാർക്കറ്റ് കറക്റ്റായിട്ടൊരു റെസിസ്റ്റൻസ് ഏരിയ, ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെയുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഡേയിൽ ഒരു ക്ലിയർ സപ്പോർട്ട് ഏരിയയിലായിരുന്നു. നമ്മുടെ മോർണിംഗ് നമ്മുടെ ബ്രോഡ്കാസ്റ്റിൽ നമ്മളൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നുള്ള ബൈ ആണ് ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റിൽ ഇല്ലാത്തവർക്ക് താഴെ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആസ് ഓഫ് നൗ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണുള്ളത്. അൺഎംപ്ലോയ്മെൻറ്റ്
ഡേറ്റ റിലീസ് ചെയ്ത് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആവുന്നേ ഉള്ളൂ. സോ ഒന്ന് കൂൾ ഓഫ് ആയതിനു ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു യൂറോൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഇത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഇന്നത്തെ ഡേയിൽ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഇത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്റ്റ് ഡ്രോപ്പ് ഇൻ നെക്സ്റ്റ് വീക്ക്. അതല്ല ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് അടുത്ത ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു യൂറോപ്പിലെ എക്കണോമി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡ്രോപ്പ് ആവുന്നതിൻ്റെ ബേസിസിൽ. GBP/USD കഴിഞ്ഞൊരു വീക്കായിട്ട് GBPയിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡ്രോപ്പായിരുന്നു. ആ ഒരു ഡ്രോപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുമായിരുന്നു ടിൽ നമ്മുടെ ഒരു സപ്പോർട്ട് ലെവൽ, നമ്മൾ കഴിഞ്ഞ ഡേയിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കറക്റ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെ GBP കറക്റ്റായിട്ട് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഇന്നത്തെ ഡേയിലെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റയും കൂടെ എഫക്റ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഇന്നത്തെ ഫ്രൈഡേയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രൈഡേ 5 PM ആണ്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഡേയിൽ ഇത് ക്ലോസ് ചെയ്യാൻ, ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യാൻ ഇതിന് പറ്റുവാണെങ്കിൽ കമ്മിങ് ഡേയ്സിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കൺസേൺ ആവാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3348 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച്, അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് ഉണ്ട്. ഈ ഒരു ഏരിയയും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കൂടെ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ അപ്സൈഡ് മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ചെറിയൊരു ചേഞ്ചസ് എങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുൾ ബാക്സ് എങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഞാൻ ഡെയിലി വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ബ്രോഡ്കാസ്റ്റിലും അപ്ഡേറ്റ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്, സീ യു, ബൈ ബൈ.